അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ CS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഗണ്ണൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കയറി കൊടുക്കുകയാണ് ഗൈസ്. ഇപ്പോൾ റൗണ്ടൊന്നും സ്റ്റാർട്ട് ആവട്ടെ. നമ്മൾ കോഡ ക്യാരക്ടറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഗൈസ് റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമുക്ക് പോവാം. ഗൈസ് നമ്മുടെ കൂടെയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ് വരുന്നുണ്ട്, 4 നമ്പർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നല്ല സൈഡ് കോഡ് കയറി കൊടുത്തിട്ടുണ്ട്. സൈഡ് കൂടെ കയറി എടുത്ത് പടം നല്ല അടി കിടക്കുന്നുണ്ട് ഗൈസ്. ഇതാ പോണ ഒരുത്തൻ, ആ കോണയുടെ മുകളിൽ 2 ആളുണ്ട് ഗൈസ്. നമുക്ക് കിട്ടുമോ ഗൈസ്? നമ്മൾ കുറച്ച് നേരം കവർ ചെയ്തിരുന്നുണ്ട് ഗൈസ്. നമ്മൾ കയറി കൊടുത്തു, നമ്മുടെ ടീംമേറ്റിൻ്റെ അയ്യോ ഗണ്ണ് മറിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മളവിടെ ടീംമേറ്റിൻ്റെ കില്ലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാണെങ്കിൽ M500 ഉണ്ട് ഗൈസ്. നമ്മൾ ടീംമേറ്റിനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മളെ കട്ടാൻ വെച്ച് വെട്ടാൻ വരുന്നുണ്ട് ഗൈസ്. കട്ടാൻ വെച്ച് വെട്ടണ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെച്ചാൽ നമ്മളെ റൗണ്ട് അങ്ങനെ തോറ്റുണ്ട് ഗൈസ്. നമുക്കൊന്നും വിഷയമല്ല, നമ്മളടുത്തുകൊണ്ട് അതൊക്കെ പിടിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് അത് വന്നിട്ട് നമ്മളാണെങ്കിൽ കയ്യിൽ നിന്ന് പരാഫലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് റൗണ്ട് സ്റ്റാർട്ട് ആകുമ്പോൾ കയറി കൊടുക്കാം. അപ്പോൾ ഗൈസ് റൗണ്ട് ഇപ്പോൾ സ്റ്റാർട്ടാവും. നമ്മളാണെങ്കിൽ റാൻഡായിട്ട് കളിക്കുന്നത്. നമ്മുടെ കൂടെ ബംഗാളീസാണ് ഗൈസ്. നമ്മളായിട്ട് കയറി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു എനിമിയാണെങ്കിൽ നമുക്ക് നല്ല അടി തന്നുണ്ട് ഗൈസ്. അതൊരു കുമ്മനാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ കോഡ ക്യാരക്ടർ ആക്റ്റീവായി നോക്കിയപ്പോൾ അവിടെ ഫുൾ എനിമിയാണ് ഗൈസ്. അപ്പോൾ ഒരു റഷ് തന്നു ഗൈസ്. നമ്മളപ്പോൾ ഫുഡ് റെഡ് അടിച്ചാണ് നോക്കിയിട്ടുണ്ട്. അപ്പം തന്നെ സ്പോട്ടിൽ കില്ല് ഫിനിഷ് ചെയ്തു ഗൈസ്. അപ്പോൾ അവൻ നമ്മളെ പിന്നെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ടീംമേറ്റ് ഒരാൾ തിരിഞ്ഞ് ചെയ്തു, ഒരാൾ നോക്കാവും ചെയ്തു. അപ്പോൾ നമ്മളവിടെ നിന്ന് കവർ എടുത്തു ഗൈസ്. ഗൈസ് ഇതാ ഒരു സൈഡിൽ കൂടെ ഓടിയെന്ന് ഗൈസ്. നമ്മൾ പരാഫെന്ന് വെച്ച് കുത്തിപ്പിടിച്ച് അങ്ങനെ 2 കില്ലെടുത്തു ഗൈസ്. അപ്പോൾ നമ്മളിനി ഒരുത്തനും അവരും 2 ആളാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഒരുത്തൻ കയറി വന്നു, അവനെയും പരാഫൽ വെച്ച് കുത്തിപ്പിടിച്ചു ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഒരുത്തം വന്നിട്ടാണെങ്കിൽ നമ്മുടെ 3ാമത്തെ കില്ലിനൊക്കെ കിടക്കണം. നമ്മൾ സൈഡിൽ കൂടെ ഒരുത്തം വന്നിട്ട് നല്ല അടി തന്നു ഗൈസ്, നല്ല ഇറ്റ് തന്നു. അപ്പോൾ നമ്മളാണ്ട് പരാഫലം വെച്ച് കുത്തിപ്പിടിച്ച് കണ്ട ഏസ് എടുത്തിട്ടുണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ. അവന്മാർ ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്, നമ്മൾ 2ാമത്തെ റൗണ്ട് ഏസ് എടുത്ത് കൊടുത്തു അവന്മാർക്ക്. പിന്നെ നമ്മളാണ്ട് സ്റ്റോറിൽ നിന്ന് മേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കതിന് കയറി കൊടുക്കാം. അപ്പോൾ നമ്മളോണ്ട് കയറി കൊടുക്കാൻ പോവാണ് ഗൈസ്. നമുക്കപ്പോൾ റൗണ്ട് സ്റ്റാർട്ട് നമ്മളോട് കയറി കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കട്ടാനൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കോഡ ക്യാരക്ടർ ഇട്ട് നോക്കിയപ്പോൾ എനിമീസ് അവിടെ 3 ആളുണ്ട് ഗൈസ്. സ്പോട്ടായിട്ട് 3 ആളിനെ. അപ്പോൾ ഒരുത്ത സൈഡ് കൂടെ റഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരാഫല വെച്ച് ഇറ്റ് എടുക്കാൻ നോക്കിയാലും നടന്നില്ല ഗൈസ്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ സൈഡിൽ കൂടെ കയറിയിരുന്നു ഗൈസ്. നമ്മൾ M8 വെച്ച് അടിച്ച് നോക്കിയിട്ടിട്ട് അവനോട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് നോക്കിയപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് അടി കിട്ടി. സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മളാണ് കുറച്ച് ഹീറ്റ് കൊടുത്തു, നമ്മളാണ് ഫിനിഷ് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റിൽ 3 ആളുണ്ട്, അപ്പുറത്ത് ഓപ്പോസിറ്റ് ആണെങ്കിൽ 2 ആളുള്ളൂ. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് 2 ആൾ പടായി ഗൈസ്. അവർ ചാടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കയറി വന്നു, നമ്മുടെ ടീംമേറ്റ് അടിച്ച് നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് കളി എന്താണെന്ന് അറിയാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നോക്കി ചെക്കൻ കളി എടുത്തു ഗൈസ്. ചെക്ക ഒറ്റയ്ക്കുള്ളൂ, ആ ഊക്കോനോട് അടിച്ചാണ്ട് കൊന്നു ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ 2ാമത്തെ റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ട് വെക്കുന്നത് 1-2 ചെക്കനാണ് ഷോ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ടാക്കുന്നത് ക്യാപ് ടൗണിലാണ് ഗൈസ്. അപ്പോൾ ക്യാപ് ടൗണിൽ വന്നു. നമ്മളാണെങ്കിൽ ഒരു പരാഫലൊക്കെ വാങ്ങിച്ച് ടീമേൻ്റെ അടുത്ത് മേറ്റൊക്കെ ചോദിച്ചപ്പോൾ ടീമേറ്റ് തന്നില്ല ഗൈസ്. നമ്മൾ അവസാനം പ്ലേ മാറ്റി പരാഫലും മാറ്റിയിട്ട് M8 വാങ്ങിച്ച് പിന്നെ കിങ് ഫിഷർ കിട്ടി. കിങ് ഫിഷറും വെച്ചിട്ട് നമ്മളാണ്ട് കയറി കൊടുക്കുക. അപ്പോൾ അങ്ങനെ റൗണ്ട് സ്റ്റാർട്ടായതുകൊണ്ട് നമ്മളാണ്ട് കയറി കൊടുക്കുകയാണ് ഗൈസ്. ടീംമേറ്റിനെ അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എനിമീസ്. നമ്മളാണ്ട് കോഡ ക്യാരക്ടറിൻ്റെ റഷ് ചെയ്ത് കയറി കൊടുക്കുക. അപ്പോൾ ഒരുത്തനെ കണ്ടു ഗൈസ്. നമ്മളാണെങ്കിൽ പട്ടടി കൊടുത്തു.
നമ്മളാണ് അവനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. ആക്കെല്ലാം അപ്പം തന്നെ ഫിനിഷിങ് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പം ഇനി അപ്പുറത്തെ ഓപ്പോസിറ്റ് ടീമിൽ മൂന്നാളും പറയാമല്ലോ, 2 ആൾ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ആൾക്ക് പട്ടിണി കൊടുത്തു. നമ്മുടെ ടീംമേറ്റ് അത് കുമ്മിക്കൊണ്ടായി ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മളതൊന്നും നോക്കില്ല. നമ്മളിങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇതോ ഒരു തോടിപ്പോന്നു സൈഡിൽ കൂടെ. അപ്പോൾ അവനി നമ്മളടിച്ച് പട്ടിടി കൊടുത്തു വെച്ചപ്പോൾ ടീംമേറ്റ് അതും കുമ്മിക്കൊണ്ടായി. എന്താ ചെയ്യുക ഗൈസ്? അപ്പം അങ്ങനെ റൗണ്ടിൽ നമ്മൾ 3-1 വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത റൗണ്ട് മില്ലിയിലാണ് ഗൈസ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കില്ല. നമ്മൾ ആ കിങ് ഫിഷർ മാറ്റി പരാഫല വാങ്ങിച്ചു. പരാഫലം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഗൈസ്, നമ്മുടെ പവറാണ്. അപ്പോൾ നമ്മൾ പരാഫലം വാങ്ങിച്ച്, വെസ്റ്റ് വാങ്ങിച്ചു, പിന്നെ ഗ്ലൂ വാള്, ഗ്രനേഡൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ റഷ് ചെയ്ത് കയറി കൊടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് റഷ് ചെയ്യാം. നമ്മുടെ ടീംമേറ്റ് സപ്പോർട്ട് ചെയ്യുമോ എന്നറിയില്ല. നമ്മളവിടെ കയറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡിൽ കൂടെ കയറി കൊടുക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറി കൊടുത്ത് നമ്മൾ കോഡ് ആക്ടിവേറ്റ് ആക്കി. അപ്പോൾ ഒരുത്തനെ കണ്ടു. നമ്മൾ നേരെ M80 വെച്ച് ചാടി 2 അടി കൊടുത്തു. അവ അവിടെ വീണു. അതിൻ്റെ ഡബിൾ വെക്ടർ ആയിരുന്നു ഗൈസ്. നമ്മളെ കില്ലും ഫിനിഷ് ചെയ്ത് ഓടിക്കൊടുത്ത ഗൈസ്. നമ്മൾ സൈഡിൽ നിന്ന് അടിച്ച് നമ്മൾ വിടുക. നമ്മളടി കയറി കൊടുത്ത് അവനെ താഴത്തന്നെ അടിച്ച് നോക്കട്ടു. നമ്മൾ നല്ല സൈഡിൽ കൂടെ പോയപ്പോൾ അവൻ ഓടി ഗൈസ്. നോക്കുമ്പോൾ അതാ നിൽക്കുന്നു. നമ്മളാണ് 51 ഒരു ഇതും കൊടുത്ത് അവനായിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളാണ് ഈ കളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഇട്ടാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ ഗൈസ്.